ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷ പൂമാലയൊക്കെ ഇട്ട് വെളിയിലേക്ക് വരുന്ന കാണുമ്പോഴത്തേന് സച്ചി വെറുതെ പെണ്ണ് വന്നെന്ന് നോക്കിക്കച്ചാന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേന് വർഷ 2 പൂമാല ഇട്ടിട്ടുണ്ട്. അന്നേരം ആകെ കണ്ണു തള്ളുകയാണ് പിന്നെ സച്ചി ഓർക്ക് ഇതെന്താ മറിമായോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേന് ഉടനെ രേവതി സച്ചിയെ നോക്കിയിട്ട് ചോദിക്കുക എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന്. അന്നേരം രേവതി ഒക്കെ നോക്കുമ്പോഴത്തേന് സന്തോഷത്തോടു കൂടിയാണ് ചന്ദ്രമതി മരുമോളെ ഇങ്ങനെ ആനയിച്ചുകൊണ്ടൊക്കെ വരുന്നത്. ആ കൂട്ടത്തിൽ വർഷയുടെ അമ്മയും ഫാമയും എല്ലാം ഉണ്ട്. ഇവരുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേന് സച്ചി പറയുന്നുണ്ട്, എന്നാലും ആ പെണ്ണിന് ആച്ച 2 മാല ഇട്ടിരുന്നെന്ന്. എടാ, ഒരു പ്രശ്നം ഒഴിവാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, ആരെയും വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വർഷ ചെയ്തതാ. എന്തായാലും എനിക്കിപ്പോൾ അത് ഒരുപാടങ്ങ് ഇഷ്ടപ്പെട്ടു. വർഷ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയും. എന്നാ കേരള സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ച് സച്ചി അങ്ങ് ചൂടാകുന്നൊക്കെയുണ്ട്. അന്നേരത്തിനുടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, ഓ എൻ്റെ മരുമോളെ എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത് കണ്ടില്ലേ, ആരെയും പിണക്കാതിരിക്കാൻ വേണ്ടി അവൾ 2 പൂമാലയും ഇട്ടത്. ഇതൊക്കെ വലിയ വീട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണെന്നൊക്കെ. ഉടനെ രവി പറയുന്നുണ്ട്, വലിയ വീട്ടിൽ ജനിച്ചുകൊണ്ടൊന്നും ആയിരിക്കുകയില്ല, നല്ല ഗുണങ്ങളുണ്ടാകുന്നതിന് പ്രത്യേകിച്ച് വലിയ വീട്ടിൽ ജനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ രേവതി മോക്ക് എന്ത് നല്ല ഗുണങ്ങളാണ് ഉള്ളത്, ഈ നാട്ടിലുണ്ടോ ഇതുപോലെ നല്ല പെമ്പിള്ളാരെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിക്ക് അങ്ങ് സൂഹിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേന് ഭാമയ്ക്ക് പക്ഷേ സന്തോഷമുണ്ടെങ്കിലും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്രമതി ദേഷ്യപ്പെട്ടാണ് ഇവരെ എല്ലാവരും നോക്കുന്നത്. ചന്ദ്രയെ ഫംഗ്ഷൻ തുടങ്ങുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവി. അന്നേരത്തേന് ഉടനെ ചന്ദ്ര പറയുന്നുണ്ട്, ശ്രുതിയുടെയാണ് ആദ്യം നടത്തേണ്ടത്, അവളുടെ അച്ഛൻ വരാത്ത താമസമുള്ളൂ എന്ന് പറയും. അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ വരുമെന്നാണ് പറഞ്ഞത്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫംഗ്ഷൻ നടത്തണം. പിന്നെന്തിനാ വർഷ വന്ന് ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ ചോദിക്കും. അത് അവളുടെ ഫ്രണ്ട്സ് വിളിച്ചുകൊണ്ട് വന്നതാ, കുറച്ച് ഫോട്ടോസ് എടുക്കാനാണെന്ന് പറയും. ആ സമയത്ത് അങ്ങോട്ട് ശ്രീകാന്ത് കയറി വരുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നിടത്തിട്ട്. എന്നിട്ട് പറയും, എന്തായാലും നീ ഇന്നിപ്പോൾ ഒരുപാട് സുന്ദരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അതിനെ ഞാൻ നേരത്തെ സുന്ദരിയല്ലേ എന്ന് ചോദിക്കും. ആ നേരത്തെ സുന്ദരിയാണ്, എന്നാലും ഇപ്പോൾ ഒന്നുകൂടെ സുന്ദരിയായിട്ടെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ചേർന്ന് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം വർഷ പറയും, എന്തായാലും ഞാൻ അപ്പുറത്ത് കാണുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം മധുസൂദനും മഹിമയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ ഒക്കെ. അന്നേരം പിന്നെ ഇരുന്ന് ശ്രീകാന്ത് ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അന്നേരം മഹിമയോട് മധുസൂദനൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ നീ പറഞ്ഞ ആൾക്കാരൊക്കെ വരുമോ, എന്തേലും ഒക്കെ കാര്യം നടക്കുമോ എന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, ഞാൻ പറഞ്ഞ് ആൾക്കാരാണ് ഇവർ, ഇപ്പം എന്തേ ഇവരോട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി എന്നൊക്കെ പറയാം. എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ സച്ചി ഏതാന്നൊക്കെ കാണിച്ചു കൊടുക്കും. അതിലൊരാൾ അങ്ങോട്ട് വന്നിട്ട് സച്ചിയുടെ അടുത്ത് നിന്ന് ഫോൺ വിളിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. അന്നേരം ഫോൺ വിളിക്കുന്ന ഒക്കെ നോക്കി നിൽക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്നൊക്കെ അറിയാനായിട്ട്. മഹിമ സൈഡിൽ നോക്കി നിൽപ്പുണ്ട്. അന്നേരം ഫോൺ വിളിച്ചിട്ട് ഒന്നും അറിയാത്ത പട്ടിൽ അയാൾ സച്ചിയുടെ കാലെ ചവിട്ടുകയാണ്. സച്ചി ആദ്യം ഓർക്കും അറിയാതെ ചവിട്ടിയതാണ്, പിന്നെ നോക്കുമ്പോഴത്തേനും ശരിക്കും അങ്ങ് ചവിട്ടുകയാണ്. സച്ചിക്ക് ശരിക്കും വേദന എടുക്കുന്നുണ്ട്, ദേഷ്യവും വരുന്നുണ്ട്. അന്നേരം അയാൾ മനഃപൂർവ്വം ചവിട്ടി നിൽക്കുകയാണെന്ന് സച്ചിക്ക് മനസ്സിലാവുമെങ്കിലും സച്ചി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഇരുന്ന് വേദന എടുത്ത് പൊളയുന്നുണ്ട് സച്ചി. അന്നേരം മഹിമയെ നോക്കി നിൽക്കുകയാണ് സച്ചി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയാനായിട്ട്. സച്ചി പക്ഷേ രേവതിയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ രേവതി എന്തിനാ കിടന്ന് ഈ ആംഗ്യം കാണിക്കുന്ന, കഥകളി കാണിക്കാതെ അവിടെ ഞാൻ അടങ്ങിയിരിക്കുന്നൊക്കെ പറയും. സച്ചി വേദന എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് അയാൾ ചവിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് വേദന എടുത്ത് കഴിയുമ്പോഴത്തേനും സച്ചി ചാടി എണ്ണീറ്റ് അയാളുടെ നേരെ തല്ലണം എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അന്നേരം അയാൾ അയ്യോ ഞാൻ അറിഞ്ഞില്ലായിരുന്നു, അറിയാതെ ചവിട്ടിയതാ കേട്ടോ, വേദന എടുത്തോ എന്നൊക്കെ ചോദിക്കും. അന്നേരത്തേന് രേവതി അന്നേരമാണ് കാണുന്നത് കാലെ ചവിട്ടിയ കാര്യം. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ തല്ലണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് കയറി ഉടക്കുകയാണ്. അപ്പോഴത്തേന് സച്ചി ഉടനെ പറയും, സ്വാമി ശരണമെന്ന് പറഞ്ഞിട്ട് സാരമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് അന്നേരമാണ് കാര്യം മനസ്സിലാകുന്നത് എന്താണെന്ന്. അന്നേരം രേവതി അയാളോട് ചൂടാകുന്നുണ്ട്, നിങ്ങൾ എന്ത് കാണിച്ചത്, എന്തിനാ എൻ്റെ സച്ചിയുടെ കാലെ ചവിട്ടിയെന്നൊക്കെ ചോദിക്കും, നിങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി രേവതിയെ ആശ്വസിപ്പിക്കുകയാണ്, അതൊന്നും സാരമില്ല, ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പൊക്കോളാനൊക്കെ പറയുകയാണ്. ഉടനെ അയാൾ പറയും, എന്നാലും നിങ്ങൾക്ക് ഒത്തിരി വേദനിച്ചില്ലേ, എന്നെ തല്ലണമെന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങ് നിൽക്കുകയാണ്. നിങ്ങൾക്ക് തല്ലണമെന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ തല്ലണോ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അന്നേരം ഒന്നും സച്ചി അങ്ങനെ ദേഷ്യപ്പെടുന്നേ ഇല്ല. എന്നിട്ട് കൈകുപ്പി തന്നെ പറയും, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള വരുത്തി പറഞ്ഞിട്ട് പറയും, പൊക്കോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. മാക്സിമം അയാൾ പ്രകോപിപ്പിക്കാൻ നോക്കിയിട്ടും സച്ചി അനങ്ങുന്നേ ഇല്ല. അയാൾ പോയി കഴിയുമ്പോൾ രേവതി സച്ചിയെ പിടിച്ചിരുത്തിയിട്ട് ചോദിക്കും, ഇത്രയും വേദന എടുത്തിട്ടും സച്ചിയേട്ടൻ എന്താ പ്രതികരിക്കാൻ, എന്നോട് പറയണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. നീ അല്ലേ പറഞ്ഞ് മിണ്ടരുതെന്ന്, അത് കാരണം ഞാൻ അങ്ങ് മിണ്ടാതിരുന്നത്, എനിക്ക് നന്നായിട്ട് വേദനിച്ച് എന്നൊക്കെ പറയും. ഞാൻ അറിയാതെ അങ്ങ് മിണ്ടിപ്പോയി, ഇനി വീണ്ടും മിണ്ടാതിരുന്നോളാം കേട്ടോ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ വീണ്ടും മിണ്ടാതിരിക്കണം. പക്ഷേ കാലിന് ഭയങ്കര വേദനയാണ്. അപ്പോൾ രേവതി പറയും, ഞാൻ തിരുമ്മി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. വേണ്ട, ഞാൻ തന്നെ തിരുമ്മിക്കോളാം എന്ന് പറഞ്ഞ് സച്ചി ഇരുന്ന് തിരുമുകയാണ്. മഹിമ എന്നിട്ട് ആ ചവിട്ടി
ആളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്താ അവന് നിങ്ങൾ ചവിട്ടിയില്ലെന്ന്. ഞാൻ മാക്സിമം ചവിട്ടി ചേച്ചി, പക്ഷേ അയാൾ അനങ്ങുന്നില്ലായിരുന്നു. സച്ചി എത്രയൊക്കെ ചെയ്തിട്ടും കയ്യും കുപ്പി നിൽക്കുക. സ്വാമി ശരണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളെ ഞാൻ എങ്ങനെയാണ് തല്ലുന്നത്? തല്ലെന്ന് പറഞ്ഞ് നിന്നിട്ടും അവൻ മൈൻഡ് ചെയ്യില്ലെന്നൊക്കെ പറയും. അന്നേരം പറയും നിങ്ങൾ നന്നായിട്ട് ചവിട്ടി കാണുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അയാൾ പറയും ഇല്ല ഞാൻ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് മഹിമയുടെ കാലിട്ട്. ചെറിയ രീതിയിലാണ് ചവിട്ടുന്നത്. പക്ഷേ മഹിമ അയാളുടെ ചെവിക്കലൊരെണ്ണം കൊടുക്കും. എന്നിട്ട് അങ്ങ് വായി വന്നത് മൊത്തം പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് കൂടെ നിന്ന് ആൾ വരെയും ചെവി പൊത്തി പോകുന്നുണ്ട്. അന്നേരത്തേന് കൂട്ടത്തിൽ നിന്ന് ആൾ പറയും ശരിയാ ഇതുപോലൊക്കെ തന്നെയാണ് ചവിട്ടിയെന്ന്. അപ്പം അയാൾ പറയും അതാണ് ഞാൻ ഇതിലും ശക്തിയായിട്ട് അവനെ ചവിട്ടി തന്നിട്ട് പോലും അവൻ അനങ്ങിയില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഉള്ള ആൾ പറയുന്നുണ്ട് എന്തായാലും ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം, ഇനിയിപ്പം ചേച്ചി പേടിക്കേണ്ട, അടുത്ത എൻ്റെ കയ്യിൽ ഒരു പ്ലാനുണ്ട്, അത് നമുക്ക് വർക്കൗട്ട് ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ട്. ഹാളിലിരിക്കുന്ന സച്ചിക്ക് ആ സമയത്ത് ഒരു ഫോൺ വരുന്നുണ്ട്. മഹേഷാണ് വിളിക്കുന്നത്. അപ്പം സച്ചി എഴുന്നേറ്റ് പോകാൻ തുടങ്ങുന്ന ഉടനെ രേവതി പറയും ഇവിടെ നിന്ന് വിളിച്ചാൽ മതി, എന്തായാലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണം, ഞാൻ അങ്ങോട്ട് മാറി നിന്ന് ഫോൺ വിളിച്ചോളാം എന്ന് വെച്ച് സച്ചി അങ്ങോട്ട് മാറി നിന്ന് ഫോൺ വിളിക്കുകയാണ്. അന്നേരം മഹിമ നോക്കി നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അടുത്ത പ്ലാൻ നടക്കുമോ എന്നുള്ള രീതിയിലാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മഹേഷും ഇത് തന്നെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു, നീ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ. അപ്പം സച്ചി പറയുന്നുണ്ട് എടാ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല, ഇവിടെ ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുക, മിണ്ടുന്നു പോലുമില്ല, പിന്നെ ആരൊക്കെയോ വന്ന് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്, ഞാൻ ഒതുങ്ങി തന്നെ ഇരിക്കുന്ന, ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. എന്നിട്ട് രേവതി പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തി കാലൊക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. അന്നേരം മഹിമ നോക്കി നിൽക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയെ കൂട്ടുകാരി ഒരുക്കിയിട്ട് പറയും ശ്രുതി എന്തായാലും നീ സുന്ദരിയായിട്ടുണ്ട്, ഉടനെ തന്നെ ഹാളിലേക്ക് പോകണമെന്നൊക്കെ പറയും. എനിക്കാകെ ടെൻഷനാണ്, അച്ഛൻ വന്നോ ഇല്ലയോ എന്നുള്ള തിരക്കിയാണ് അവരെല്ലാം ഇരിക്കുന്നത്, ആ തള്ളയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ആകെ ടെൻഷൻ അടിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി ചോദിക്കും വർഷേ നീ റെഡി ആയില്ലേ എന്നൊക്കെ ചോദിക്കും. ഞാൻ റെഡിയായി ആൻറ്റി ഇപ്പം ഇറങ്ങാമെന്ന് പറയും. നീ ഇറങ്ങുന്ന കാര്യമല്ല പറഞ്ഞ് നിൻ്റെ അച്ഛൻ എപ്പോഴാണ് വരുന്നത്, ഇതുവരെയും എത്തിയില്ലല്ലോ, ഹാളിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറയും. ഉടനെ വരും ആൻറ്റി ഇപ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട് വർഷാണ്ണെ. ഉടനെ ഫാമ പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞിരുന്നിട്ട് കുറേ നാളായല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്ന്. ഉടനെ ചന്ദ്രമതി പറയും ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമെന്ന്, അത് അവരെല്ലാവരോടും പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ എനിക്ക് നാണക്കേടാണ്, നിൻ്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കും, എനിക്കത് ഓർത്തിട്ട് തന്നെ വയ്യ. ഞാൻ മഹിമയോട് പറഞ്ഞ് ഈ ഫംഗ്ഷൻ നടത്തിയത് തന്നെ നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു വേദി ഒരുക്കിയതാണ്, അതിന് കൂടെ വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സമാധാനം പറഞ്ഞ് ഇനി ജീവിക്കുന്നത്, എനിക്കിനി സഹിക്കാൻ പറ്റത്തില്ല, നീ അച്ഛനെ വിളിച്ച് കാര്യം ചോദിക്കുക എവിടെ ആയെന്നൊക്കെ ചോദിക്കാൻ പറയും. അന്നേരം പറയും ഞാൻ വിളിച്ചായിരുന്നു ആൻറ്റി, പക്ഷേ നോട്ട് റീച്ചബിൾ എന്നാണ് പറഞ്ഞ് ഫ്ലൈറ്റിൽ തന്നെയാണ് അച്ഛൻ എന്നൊക്കെ പറയും. അത് ഫ്ലൈറ്റിൽ തന്നെ അങ്ങ് ഇരുന്നാൽ മതിയോ, നാട്ടിലിറങ്ങണ്ടേ, എന്നാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് ചന്ദ്രമതി. ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന വർഷയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.